നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പോര് മുറുകുകയാണ്. LDF, NDA, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇന്ന് നോമിനേഷൻ കൊടുക്കും. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ UDF ബഹുദൂരം മുന്നിലെന്ന് ആര്യാടൻ ഷൗക്കത്ത് 24-നോട്. വളരെ മുന്നിലാണ്. ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ തന്നെ ഞങ്ങൾ വളരെ മുന്നോട്ട് പോയിരുന്നു. സ്ഥാനാർത്ഥി ആദ്യം പ്രഖ്യാപിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടി. എല്ലാവരെയും പരമാവധി ആളുകളെ, എൻ്റെ പിതാവിൻ്റെ സുഹൃത്തുക്കളെ, ഗുരുക്കന്മാരെ, അതേപോലെ തന്നെ അവിടെയുള്ള നേതാക്കന്മാരെ ഒക്കെ എല്ലാവരെയും നേരിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. വിജയം ഉറപ്പെന്നും ട്രോളുകളെ സർഗാത്മകമായി കാണുന്നുവെന്നും LDF സ്ഥാനാർത്ഥി M. സ്വരാജ് 24-നോട്. അതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് സർഗാത്മകമായ ഇതാണ്. കാരണം ഈ കുറേ പേര് പരാജയപ്പെട്ടു, ഇവനും പരാജയപ്പെടാൻ പോകുന്നു പറയില്ല. അതൊക്കെ ജനാധിപത്യത്തിൽ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. അതിലൊന്നും ആ കമൻറ്റ് മുൻപോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രചരണത്തോട് നമുക്ക് യോജിപ്പില്ല. പക്ഷേ ഇതൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഒക്കെ വരുന്നതാണ്. അതിനൊന്നും ആരെയും ഞാൻ കുറ്റം പറയുകയോ വിമർശിക്കുകയും ചെയ്യുന്നില്ല. അതൊക്കെ നമുക്ക് ആസ്വദിച്ച് പോകാം. പക്ഷേ ഇത്തവണ LDF നിലമ്പൂരിൽ ജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലമ്പൂരിലേക്ക് UDFിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രി വീണ്ടും നിലമ്പൂരിലെത്തും. 3 ദിവസം മണ്ഡലത്തിൽ അദ്ദേഹം പ്രചാരണം നടത്തുമെന്നും വാർത്ത വരുന്നുണ്ട്. ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം തത്സമയം ചേരുന്നു. അതുപോലെ നിലമ്പൂർ ശ്രീജിത്തും ഉണ്ട്. ആദ്യം ഹാഷ്മിയിലേക്ക്. ഹാഷ്മി, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ഹാഷ്മി, യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇനി 3 ദിവസങ്ങൾ കൂടി നിലമ്പൂരിലേക്ക് എത്തിച്ചേരുമെന്ന് വാർത്ത വരുന്നുണ്ടല്ലോ, അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉറപ്പായും മുഖ്യമന്ത്രി പിന്നെയും നിലമ്പൂരിലേക്ക് വരാൻ പോകുന്നു. മുഖ്യമന്ത്രി ഇവിടെ നിലമ്പൂരിലെ എല്ലാ പഞ്ചായത്തിലും കുറഞ്ഞത് ഒരു യോഗത്തിലെങ്കിലും സംസാരിക്കും മുഖ്യമന്ത്രി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇടതുപക്ഷം അതിന്റെ പരമാവധി ശക്തിയിൽ, ഇത് ഈ സർക്കാരിന്റെ അവസാന വർഷമാണ്, അത് 3ാം പിണറായി സർക്കാർ എന്നൊരു നറേറ്റീവ് CPM ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. വലിയ കോൺഫിഡൻസ് ഉണ്ട് എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ആ കോൺഫിഡൻസിനോട് ചേർത്ത് വെക്കാൻ ഇവിടെ M. സ്വരാജിന്റെ വിജയം LDFന് അനിവാര്യമാണ്, CPMന് അനിവാര്യമാണ്. മാത്രമല്ല CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അപ്പോൾ അത്രത്തോളം ഗൗരവത്തിൽ LDF നിലമ്പൂർ പോരാട്ടത്തെ കാണുന്നു. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വതന്ത്രനെ നിർത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ ആ സീരിയസ്നെസ്സിൽ കാണുമ്പോൾ അവരുടെ പരമാവധി നേതാക്കളെ കൊണ്ട് പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി അടക്കം ഇവിടെ തമ്പടിച്ചുകൊണ്ട് പ്രചരണം തന്നെയാണ്. വീണ്ടും നിലമ്പൂരേക്ക് മുഖ്യമന്ത്രി വരാൻ പോകുന്നു. എല്ലാ പഞ്ചായത്തിലും മുഖ്യമന്ത്രി സംസാരിക്കാൻ പോകുന്നു. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നുണ്ട്. സ്കേൻ എന്തായാലും നിലമ്പൂര് അങ്ങനെ M. സ്വരാജിന്റെ വരവോടുകൂടി അങ്ങേയറ്റം ടൈറ്റായി നിൽക്കുന്ന, അങ്ങേയറ്റം ഏതെങ്കിലും തരത്തിൽ പ്രവചനങ്ങൾക്ക് പിടിതരാത്ത രീതിയിൽ നിലമ്പൂർ മണ്ഡലം നിൽക്കുന്നു. ഇത് UDFിന്റെ ഒരു കോട്ടയാണ് എന്നൊക്കെ പറയാമെങ്കിൽ കൂടി ഇടതോരം ചേർന്ന് നല്ല ചരിത്രങ്ങൾ ഇവിടെയുണ്ട്. മാത്രമല്ല PV അൻവർ ഫാക്ടർ ഏത് രീതിയിൽ സ്വാധീനിക്കുമെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഞാൻ നിൽക്കുന്നത് ഇവിടെ താലൂക്ക് ഓഫീസിന് മുന്നിലാണ്. അല്പസമയത്തിനകം M. സ്വരാജ് ഇങ്ങോട്ടേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുന്നു. ഒരു 11-12 മണിയോട് PV അൻവറും ഇങ്ങോട്ടേക്ക് എത്തുന്നു. PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് ആരെ കൂടുതൽ ബാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇനി അറിയാനുള്ളത്. PV അൻവർ ഇടതുപക്ഷത്തിനെ വലതുപക്ഷത്തിനെ വോട്ടുകൾ പിടിക്കുമെന്ന് PV അൻവർ ക്യാമ്പിലുള്ളവർ പറയുന്നുണ്ട്. മാത്രമല്ല അൻവറിന്റെ പ്രചരണ സ്ട്രാറ്റജി അതുതന്നെയാണ്. ആര്യാടൻ ഷൗക്കത്തും പണ്ടും ലീഗുമായിട്ടുള്ള പഴയ തർക്കങ്ങൾ, അല്ലെങ്കിൽ ആര്യാടൻ മുഹമ്മദും ലീഗുമായിട്ടുള്ള തർക്കങ്ങൾ, ആര്യാടൻ ഷൗക്കത്തിന്റെ സിനിമകൾ, അത് മുസ്ലിം വിരുദ്ധമാണെന്ന് നറേറ്റീവ് ഉണ്ടാക്കി തീർക്കുക. അങ്ങനെ ആര്യാടന് കിട്ടാവുന്ന വോട്ടുകൾ ഏതെങ്കിലും ഭാഗത്ത് കട്ട് ചെയ്ത് തന്നിലേക്ക് ഒഴുക്കുക. അതേസമയം M. സ്വരാജിനെതിരെയും കുറ്റം പറഞ്ഞുകൊണ്ട് M. സ്വരാജിനെതിരെ ശബരിമല കാലത്ത് രീതിയിൽ ഹിന്ദു സമുദായത്തിനെതിരെ നിന്നു എന്നൊക്കെ പറയുന്ന ഈ പറഞ്ഞ മതം ഒക്കെ പറഞ്ഞുള്ള ഒരു പ്രചരണ സ്ട്രാറ്റജി തന്നെയാകും PV അൻവർ സ്വീകരിക്കുക. അപ്പോൾ ഇടതുപക്ഷത്തുനിന്നും LDFിൽ നിന്നും UDFിൽ നിന്നും കിട്ടാവുന്ന പരമാവധി വോട്ടുകൾ തന്റെ വോട്ട് പട്ടികയിലേക്ക് കൊണ്ടുവരിക എന്ന സ്ട്രാറ്റജി PV അൻവർ ഉറപ്പായും സ്വീകരിക്കും. നമുക്കറിയാം 9 വർഷം ഈ നാടിന്റെ ജനപ്രതിനിധിയായ ആളാണ്. സ്വാഭാവികമായും അടിത്തട്ടിൽ ചില സ്വാധീനങ്ങളും ചില പരിചയങ്ങളും ചില കോൺടാക്റ്റുകളും ഒക്കെ ഉണ്ടാകും. അപ്പം അൻവർ പിടിക്കുന്ന വോട്ടുകൾ തന്നെയാകും ഒരു പക്ഷേ ഈ നിലമ്പൂരെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. അതോടൊപ്പമാണ് BJP സ്ഥാനാർത്ഥി. BJP സ്ഥാനാർത്ഥി നിർത്തണോ വേണ്ടയോ എന്നുള്ള ദീർഘകാല ചർച്ചകളിലേക്ക് ഇടപെട്ടു. അതിനുശേഷം അവർ ഒരു മോഹൻ ജോർജ് എന്ന് പറയുന്ന BJP-കാരനല്ലാത്ത കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ക്രിസ്ത്യൻ ബെൽറ്റിലൊക്കെ നല്ല സ്വാധീനമുള്ള കേരള കോൺഗ്രസിൽ നിരവധി തവണ പ്രവർത്തിച്ചു വന്ന ഒരാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുക വഴി മലയോര ക്രൈസ്തവ വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിയുമെന്ന് BJP വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വോട്ടുകൾ സ്വാധീനിക്കപ്പെട്ടാൽ ആ വോട്ടുകൾ പോകുന്ന LDFിനാണോ UDFിനെയാണോ തുടങ്ങിയ ആശങ്ക രണ്ട് ക്യാമ്പിലും വളരെ വ്യക്തമായി തന്നെയുണ്ട്. എന്നാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം എസ്കേൻ, ഇവിടെ നമ്മൾ ആദ്യഘട്ടത്തിൽ ഇവിടെ PV അൻവർ രാജിവെക്കുമ്പോൾ ഇവിടെ ഏതാണ്ട് UDFിന് ഈസി വാക്ക് ഓവർ എന്നൊരു പ്രതീതി കൃത്യമായിട്ടുണ്ടായിരുന്നു. ആ പ്രതീതി ഉണ്ടാവാനുള്ള കാരണം PV അൻവർ UDFിനൊപ്പം നിൽക്കുന്നു. UDFിന്റെ കോട്ടയിൽ കഴിഞ്ഞ 2 വർഷവും PV അൻവറിന്റെ സ്വാധീനത്തിൽ 2 വർഷം LDFിന് വേണ്ടി മണ്ഡലം നിലനിർത്തി അൻവറിന്റെ പിന്തുണ UDFിന് കിട്ടുമ്പോൾ സ്വാഭാവികമായും ഒരു കേക്ക് വാക്ക് ഉണ്ടാകുമെന്ന് തന്നെ കരുതിയിരുന്നു. പക്ഷേ PV അൻവർ മറുകണ്ഠം ചാടുകയും PV അൻവർ സ്വന്തമായി മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നതോടുകൂടി
LDF ഈ പോരാട്ടത്തെ ഒരു സ്വതന്ത്ര വിഷയം എന്നതിനൊപ്പം കുറച്ചുകൂടി സീരിയസ് ആയി കാണാൻ തുടങ്ങിയതോടുകൂടി ഇവിടെ മത്സരം ടൈറ്റ് ആകുന്നു. ഇവിടെ താലൂക്ക് ഓഫീസിലെ കൂടുതൽ ഉദ്യോഗസ്ഥ ഇലക്ഷൻ ഒബ്സർവർമാർക്ക് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും വലിയ പ്രകടനമായി തന്നെ സ്വരാജും PV അൻവറും വലിയ പ്രകടനമായി തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാനാണ് ആലോചിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തന്നെ ഒരു ശക്തി പ്രകടനം, എത്രത്തോളം ശക്തി തങ്ങൾക്കുണ്ട് എന്നതിന്റെ ദൃഷ്ടാന്തമാക്കി മാറ്റാനുള്ള ഓരോ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുക. അതുതന്നെ LDFും PV അൻവറും ശ്രമിക്കുന്നു. PV അൻവറിന്റെ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ കേരളം ഒട്ടാകെയുള്ള പ്രവർത്തകരോട് ചന്തക്കുന്നിലേക്കൊക്കെ എത്തിച്ചേരണം. എത്ര പ്രവർത്തകരുണ്ട്, TMCക്ക് കേരളത്തിൽ എത്ര പ്രവർത്തകരുണ്ടെന്ന് അറിയില്ല സ്കാൻ, പക്ഷേ ഉള്ളവരോടൊക്കെ ചന്തക്കുന്നിലേക്ക് എത്തിച്ചേരണം എന്ന അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. ചന്തക്കുന്നിൽ ഇങ്ങോട്ടേക്ക് ഒരു പ്രകടനമായി എത്തിച്ചേരാനാണ് PV അൻവറിന്റെ ആലോചന. അതിനിടയിൽ ഈ പറയുന്ന PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചെങ്കിലും ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട് സ്കാൻ. ഇപ്പോൾ ചില മണ്ഡലങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് PV അൻവറിനെ ആ സ്ഥാനാർത്ഥിയിൽ നിന്ന് മത്സരരംഗത്ത് നിന്ന് മാറ്റാനുള്ള ചില നീക്കങ്ങൾ UDFന്റെ ഭാഗത്ത് ഇപ്പോഴും വളരെ സജീവമായി നടക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ PV അൻവറുമായി സംസാരിക്കുമ്പോൾ എന്നോട് പറയുന്നത് ഇനിയില്ല, ഇനി ഏതെങ്കിലും തരത്തിലുള്ള അനുനയത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്കോ ഇല്ല, പൂർണ്ണമായി മത്സരരംഗത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് അൻവറിന്റെ പ്രതീക്ഷ. അൻവർ ഉറപ്പിക്കുന്നത് ആര്യാടൻ ഷൗക്കത്ത് തോക്കും എന്ന് ഉറപ്പിക്കലാണ് PV അൻവറിന്റെ ലക്ഷ്യം എന്ന രീതിയിലാണ് അൻവറിന്റെ സംസാരങ്ങൾ. എന്തായാലും നമ്മൾ നേരത്തെയൊക്കെ പറയുന്നത് പോലെ കേരളം അടുത്തിടെ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനും നിലമ്പൂർ ഇതുവരെ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ, ഒരുപക്ഷെ കുഞ്ഞാലിയുടെ സമയത്തൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂർ ഇതുവരെ കണ്ട ഏറ്റവും വലിയ വാശിയേറിയ രാഷ്ട്രീയ പോരാട്ടത്തിന് നമ്മൾ ഈ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ആഷ്മി താജ് ഇബ്രാഹിമാണ് നിലമ്പൂരിൽ നമുക്കൊപ്പം ചേർന്ന്. നിലമ്പൂരിൽ ആഷ്മി തുടരും. ഇനി നിലമ്പൂരിൽ തുടരുന്ന ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗം ചൂട് പിടിച്ചോ? ഈ നോമിനേഷൻ സമർപ്പിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് കളം കുറച്ചുകൂടി കരുത്താർജിക്കുമോ? നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന തീയതിയാണ് ഇന്ന് 3 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ്, ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി PV അൻവറും പത്രിക സമർപ്പിക്കും. നേരത്തെ SDPയുടെ സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയും പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഇതുവരെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി വരെ ഇപ്പോൾ ഏതാണ്ട് 6 പത്രികകളാണ് മൊത്തം സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ വളരെ ശക്തമായ ഒരു പോരാട്ടത്തിനാണ് ഇത്തവണ നിലമ്പൂർ സാക്ഷ്യം വഹിക്കുക എന്ന കാര്യം ഉറപ്പിക്കാം. കാരണം PV അൻവർ കൂടി മത്സരരംഗത്ത് എത്തിയതോടുകൂടി വലിയ ഒരു മത്സരത്തിനാണ് നിലമ്പൂർ സാക്ഷ്യം വഹിക്കുന്നത്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ മുൻപ് ഒരു കാലത്തും നിലമ്പൂർ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വീറും വാശിയും നിറഞ്ഞൊരു ഉപതെരഞ്ഞെടുപ്പിലാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചിത്രം ഇന്നോടുകൂടി ഒരു വ്യക്തത വരും. എന്നാൽ പത്രികാ സമർപ്പണത്തിന്റെ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ 5ആണ്. ജൂൺ 5 തീയതിയോടുകൂടി മത്സര ചിത്രം കൃത്യമായി വ്യക്തമാവും. എന്തായാലും ചതുഷ്കോണ മത്സരം കുറഞ്ഞത് ഇവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. PV അൻവർ ഒരു വശത്ത്, UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥികളും BJP സ്ഥാനാർത്ഥിയും ഒരു വശത്ത്, അങ്ങനെ ചതുഷ്കോണ മത്സരത്തിനാണ് ഇപ്പോൾ നിലമ്പൂർ സാക്ഷ്യം വഹിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അൻവറിനെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും UDF ക്യാമ്പിൽ അനൌദ്യോഗികമായി നടക്കുന്നുണ്ടെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്.